മെയ് 5 ഒരുക്കുന്ന പന്തലിൽ UDF മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. കോതമംഗലത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടെത്തിയ ജില്ലാ നിയോജകമണ്ഡലം നേതാക്കൾക്ക് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടെത്തിയ ജില്ലാ നിയോജകമണ്ഡലം നേതാക്കൾക്ക് കോതമംഗലം ലയൺസ് ക്ലബ്ബ് ഹാളിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോൻസ് ജോസഫ്. രാഷ്ട്രീയ മാറ്റത്തിനുള്ള ജനവികാരം ശക്തമാണെന്നും അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചതുപോലെ 100-ലധികം സീറ്റുകൾ നേടി UDF വൻ വിജയം നേടുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കോതമംഗലം ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കുരുടച്ചേട്ടന് ശേഷം കോതമംഗലത്ത് കേരള കോൺഗ്രസ് MLA ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അശ്രാന്ത പരിശ്രമം നടത്തി ആത്മാർത്ഥതയുടെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത ശേഷമാണ് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മെയ് 4 വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ കുറെയെല്ലാം ആശയക്കുഴപ്പങ്ങളും കേരള കോൺഗ്രസിന്റെയും UDFന്റെയും തലങ്ങളിൽ വിവിധങ്ങളായ പ്രതികരണങ്ങളും ഒക്കെ സംഭവിച്ച സന്ദർഭങ്ങളിൽ അതെല്ലാം തൃപ്തികരമായി പരിഹരിച്ച് കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി, ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരേണ്ട ആവശ്യകത ആദ്യഘട്ടത്തിൽ ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറാണ് അതിനെല്ലാം നല്ല നിലയിൽ നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും ഉപദേശവും ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകളും ഒക്കെയാണ് നമ്മുടെ പാർട്ടിയെ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കരുത്തു പകരുന്നത്. കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് AT പൗലോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കമ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. വലിയ പ്രാധാന്യത്തോടുകൂടി നമുക്ക് വലിയ പിന്തുണയുമായി വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വലിയ ആവേശമായി മാറി, വലിയ ഊർജ്ജം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ പിന്നോട്ട് നമുക്ക് പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അത്രമാത്രം വലിയ ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോയത്. സംസ്ഥാന നേതാക്കളായ ജോമി തെക്കേക്കര, റോയ്സ് കറിയ, CK സത്യൻ, ബാബു പോൾ, റാണിക്കുട്ടി ജോർജ് അമ്പാട്ട്, ആന്റണി ഓലിയപ്പുറം, ബിജു വെട്ടിക്കുഴ, ജോജീസ് കറിയ, ടോമി ജോസഫ്, NC ചെറിയാൻ, AM എൽദോസ്, KM ആന്റണി, KK കോയാൻ, സജി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ജോണി പുളിന്തടം, ലിസി പോൾ, അഡ്വക്കേറ്റ് ജോസഫ് കിരൺ, എൽദോസ് വർഗീസ്, മാമച്ചൻ സ്കറിയ, ജോസ് കവളമാക്കൻ, ഷാജി അമ്പാട്ടുകുടി, ആശാ വർഗീസ്, ബിനോയ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.